നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയും കാലം കണ്ട തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹാട്രിക് വിജയം നേടിക്കൊണ്ടാണ് UDF ഇത്തവണ അധികാരത്തിലേറുന്നത്. ഒപ്പത്തിനൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന LDF എടുത്തുപോലും എത്തിയില്ല എന്ന തരത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ കാണാൻ സാധിച്ചത്. 105 സീറ്റുകൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു UDF. വലിയ വിജയം. ഈ വിജയത്തിൽ പലരും ഓർത്തു പറയുന്നത്, പല പ്ലക്കാർഡുകളും വരുന്നത് ചാണ്ടിയുമ്മന്റെ പേരിലാണ്. നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടിയുമ്മൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റും ഇപ്പോൾ ആകർഷിക്കുന്നു. അപ്പ നമ്മൾ ജയിച്ചു. ആ ഒരൊറ്റ വാക്ക് അതുദ്ദേശിക്കുന്നത് ആ ഒരു മനുഷ്യൻ എത്രത്തോളം ശക്തമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു എന്നതിനെ കുറിച്ച് തന്നെയാണ്. അതുപോലൊരു മനുഷ്യൻ തന്നെ ആയിരിക്കണം ഇനി അങ്ങോട്ട് കേരളത്തെ ഭരിക്കേണ്ടുന്നത് എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉയരുന്നു. KPCCയിലും വലിയ രീതിയിലുള്ള ആവേശ പ്രകടനങ്ങൾക്കിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉയർന്നു പൊങ്ങിയ ഒരു പ്ലക്കാർഡ് അല്ലെങ്കിൽ ഒരു മുഖം, ഒരു ചിത്രം, ഒരു കൊടി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടേത് തന്നെയാണ്. നമ്മൾ ജയിച്ചു എന്ന് ആ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പറയുന്നു. അച്ഛനോട് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അച്ഛൻ ആഗ്രഹിച്ചത് എന്താണോ ഞാൻ അത് സാധിച്ചിരിക്കുന്നു എന്നുള്ള ആവേശത്തിൽ മകനും പറയുന്നുണ്ട്. നമുക്കറിയാം ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് എത്രമാത്രം കഠിനമായിരുന്നു ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് എന്നത്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ, പാവപ്പെട്ടവർക്കടക്കം വീടുകൾ വെച്ചു നൽകാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ തങ്ങൾ ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് പണം അനാവശ്യമായിട്ട് ചെലവാക്കുന്നില്ല. തൻ്റെ പ്രചാരണങ്ങൾ, ആവേശങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ജനങ്ങളെ നേരിട്ട് കണ്ടുള്ളതായിരിക്കുമെന്ന് ചാണ്ടിയുമ്മൻ അറിയിച്ചിരുന്നു. ഒരു സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് രാവിലെ അങ്ങിറങ്ങും. ഓരോ വീടുകൾ കയറി ഇറങ്ങി കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം. ഫ്ലെക്സ് ബോർഡുകളില്ല, ആവേശ പ്രകടനങ്ങളില്ല. അത്തരത്തിലുള്ളൊരു പ്രചാരണ രീതിയായിരുന്നു ചാണ്ടിയുമ്മൻ്റേത്. അച്ഛനെ പോലെ തന്നെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിട്ട് ചാണ്ടിയുമ്മൻ അതിലൂടെ തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ ചാണ്ടിയുമ്മന്റെ വിജയം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വലിയൊരു അത്ഭുതമാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു ഫ്ലെക്സ് പോലും അടിക്കാതെ നടത്തിയ പ്രചരണം, അതിൽ അദ്ദേഹം വിജയിച്ചല്ലോ എന്ന്. എന്തായാലും KPCCയിലടക്കം വലിയ രീതിയിലുള്ള ആവേശ പ്രകടനങ്ങൾ നടക്കുമ്പോൾ ചാണ്ടിയുമ്മന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരുകൾ ഒരേ സ്വരത്തിൽ പലരും വിളിച്ചു പറയുന്നുണ്ട്. നമുക്കറിയാം ഇത്രയും കാലം ഇവിടെ ഭരിച്ചിരുന്ന, 2 തവണ കേരളം ഭരിച്ചിരുന്ന LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പാളിച്ചകൾ എന്താണ് എന്നതൊക്കെ തന്നെ അറിയാം. ഖജനാവ് കാലിയാണ്. ഇനി ആ കാലിയായ ഖജനാവിനെ എങ്ങനെയാണ് നിറയ്ക്കുക എന്നത് കണ്ടറിയണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇനി കേരളത്തിൽ വേണമെങ്കിൽ അത് കഴിഞ്ഞുപോയ സർക്കാരിൻ്റെ തലയിലിട്ട് പോകുന്ന ഒരു ഭരണകൂടമായിരിക്കുമോ, അല്ലെങ്കിൽ ഇന്നത്തെ പ്രഖ്യാപനം പോലെ ഞങ്ങൾ ഇവിടെ മാറ്റം വരുത്തും, ഞങ്ങൾ ഇവിടെ റീബിൽഡ് ചെയ്യും എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ രീതികളായിരിക്കുമോ കാണാൻ പോകുന്നത് എന്നതൊക്കെ കണ്ടറിയണം. എന്തായാലും വലിയ ആവേശത്തിൽ കോൺഗ്രസ് ഒരു വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജനങ്ങളോട് സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറിയാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അതിന് ഒരു കാലത്ത് ജനങ്ങൾ മറുപടി പറയും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ഏകാധിപത്യ മനോഭാവം അതൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ കൊന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകളും ആവേശങ്ങളും ഒക്കെ വരുന്നത്. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള നിരവധി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ തുടങ്ങി പ്രകടനങ്ങൾ KPCCക്ക് മുൻപിലും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും അത്തരത്തിലൊരു പരാജയം അത് KPCC ആഘോഷിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനി എന്തായാലും ഈ പറയുന്നത് പോലെ ആര് ഭരിച്ചാലും ഈ പറയുന്നത് പോലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആകുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇനി അത് ആരായിരിക്കും എന്നത് മാത്രം അറിയുക മാത്രമല്ല, ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, ജനങ്ങളുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാളായി വരാനുള്ള ഒരു ഏറ്റവും വലിയ ആഗ്രഹവും നിലവിൽ പൊതുജനങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. Ayyappa,
ലീഡ് ചെയ്യുന്നത് UDF ആണ്. കണ്ണൂരിൽ 6-5 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോടാണ് അത്ഭുതം, 2 സ്ഥലത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 11 കോഴിക്കോട് ഞെട്ടിച്ചുകൊണ്ട് ലീഡ് ചെയ്യുകയാണ്. മലപ്പുറത്ത് 16 UDF ആണ്. തൃശ്ശൂരിൽ മാത്രമാണ് LDF പിടിച്ചു നിൽക്കുന്നത് 8 UDF 5 വയനാടിൽ LDF 1 UDF 2, പാലക്കാട് LDF 7, UDF 5, എറണാകുളത്ത് UDF 14 ലീഡ് ചെയ്യുകയാണ്. പത്തനംതിട്ടയിൽ 5 കോട്ടയത്ത് 9 7 UDF 2 LDF, ഇടുക്കിയിൽ 4 UDF 1 മാത്രം LDF, ആലപ്പുഴയിൽ 3 മാത്രം LDF 6 UDF, കൊല്ലത്ത് 9 UDF